ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ഫസ്റ്റ് ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 1-2 പാർട്ടുകൾ എടുത്തു. നമുക്കിന്ന് മൂന്നാമത്തെ പാർട്ട് നോക്കാം. പേജ് നമ്പർ 22, ജൈവവളങ്ങൾ, രാസവളങ്ങൾ അഥവാ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്താണെന്നാണ് ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. വായിക്കാം. ജൈവവളങ്ങൾ ജൈവ വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു. കൂടുതൽ അളവിൽ വേണ്ടിവരും. മണ്ണിന് ദോഷകരമല്ല. ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. രാസവളങ്ങൾ രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായി നിർമ്മിക്കുന്നു. കുറഞ്ഞ അളവിൽ മതി. അമിതമായ ഉപയോഗം മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു. ആവശ്യമുള്ള ഘടകം മാത്രമായി നൽകാം. അപ്പോൾ ജൈവവളങ്ങൾ ജൈവവസ്തുക്കളിൽ നിന്നാണ് ലഭിക്കുന്നത്. കൂടുതൽ അളവിൽ വേണ്ടിവരും. മണ്ണിന് ദോഷകരമല്ല. ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. രാസവളങ്ങൾ രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായി നിർമ്മിക്കുന്നു. കുറഞ്ഞ അളവിൽ മതി. അമിതമായ ഉപയോഗം മണ്ണിൻ്റെ ഘടനയെ ബാധിക്കുന്നു. ആവശ്യമുള്ള ഘടകം മാത്രമായി നൽകാം. ജൈവവളങ്ങൾക്കും രാസവളങ്ങൾക്കും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ നാട്ടിലെ കർഷകർ ജൈവവളം കൂടുതലും രാസവളം കുറച്ചുമായിട്ട് അങ്ങനെ ഒരു സമ്മിശ്ര വളപ്രയോഗമാണ് നമ്മുടെ നാട്ടിലെ കർഷകർ പിന്തുടരുന്നത്. പിന്നെ വിളവ് മെച്ചപ്പെടുത്താൻ വേണ്ടി ജീവാണുവളങ്ങളും അവർ പ്രയോഗിക്കുന്നുണ്ട്. ജീവാണുവളം എന്ന് വെച്ചാൽ മൈക്രോബയൽ ഫെർട്ടിലൈസർ, സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണിത്. ജീവാണുവള പ്രയോഗം എന്ന് പറഞ്ഞാൽ സ്യൂഡോമോണസ്, അസോസ്പൈറില്ലം എന്നിവ ജീവാണുവളങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അപ്പോൾ എന്താണ് ജീവാണുവളം എന്ന് മനസ്സിലായല്ലോ. സ്യൂഡോമോണസും അസോസ്പൈറില്ലവും ജീവാണുവളങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണിത്. ഇനി നമുക്ക് കീടനിയന്ത്രണം, പെസ്റ്റ് കൺട്രോൾ, എങ്ങനെയൊക്കെ പെസ്റ്റ് കൺട്രോൾ ചെയ്യാമെന്ന് നോക്കാം. കുറച്ച് കർഷകരുടെ സംഭാഷണം കൊടുത്തിട്ടുണ്ട്. കർഷകർ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ കീടനിയന്ത്രണം എന്ന് പറയുന്നത്. ഒരു കർഷകൻ പറയുന്നു, ഞാൻ നന്നായി കീടനാശിനി തളിക്കും, ഒറ്റ പ്രാണിയുമില്ല. അടുത്ത കർഷകൻ പറയുന്നു, ഞാൻ പുകയില കഷായമാണ് തളിക്കുന്നത്, പ്രാണികൾ കുറേയൊക്കെ പോയി. വേറൊരു കർഷകൻ പറയുന്നു, വിളക്ക് കണി വെച്ച് പ്രാണികളെ നശിപ്പിക്കാമെന്ന്. ഒരു തവള അവിടെ ഇരുന്ന് പറയുന്നു, പ്രാണികൾ എനിക്ക് വലിയ ഇഷ്ടമാണ്, എത്ര കിട്ടിയാലും ഞാൻ തിന്നു തീർക്കും. ഇവർ പറയുന്ന സംഭാഷണം എന്താണ്? ഈ കീടങ്ങളെ എങ്ങനെ നിയന്ത്രിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഇവർ ഓരോരുത്തരും പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു. ഇനി കീടങ്ങളെ നിയന്ത്രിക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് നോക്കാം. കീടനിയന്ത്രണ മാർഗങ്ങൾ. ആദ്യമായിട്ട് ജൈവ നിയന്ത്രണം വഴി എങ്ങനെ കീടങ്ങളെ നിയന്ത്രിക്കാമെന്ന് നോക്കാം. വട്ടച്ചാഴി എന്നൊരു ഷഡ്പദം ചെടികളിൽ വളരുന്നുണ്ട്. ഇത് പല കീടങ്ങളെ തിന്ന് നശിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മിത്രകീടമാണ് ട്രൈക്കോഗ്രാമ. പിന്നെ തവള, അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയ ജീവികൾ വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്നു. അപ്പോൾ ഈ ജൈവ നിയന്ത്രണം വഴി പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുള്ള ഒരു നിയന്ത്രണമാണ് ഇതേപോലുള്ള ഷഡ്പദങ്ങളും. ഈ സൂക്ഷ്മജീവികളല്ല, ഈ സാധാ ജീവികൾ. വട്ടച്ചാഴി എന്ന് പറയുന്ന ഷഡ്പദം, പിന്നെ തവള, ട്രൈക്കോഗ്രാമ, അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയ ജീവികളെല്ലാം കീടങ്ങളെല്ലാം തിന്ന് നശിപ്പിക്കുന്നുണ്ട്. ഒരു പരിധി വരെ അത് കർഷകർക്ക് ഉപകാരമാണ്. അടുത്തത് മെക്കാനിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ യാന്ത്രിക നിയന്ത്രണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെടികൾ, പച്ചക്കറികളൊക്കെ നട്ടു കഴിഞ്ഞാൽ അതിലൊരു സ്വർണ്ണ കളറുള്ള ഒരു ഈച്ചയൊക്കെ വരും. അപ്പോൾ ഇതിനെ എങ്ങനെ നശിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടി തുളസിയില ചതച്ച് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ വയ്ക്കുക. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ആ പ്ലേറ്റ് ചെന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തുളസിയിലയുടെ മണം പിടിച്ചിട്ട് ഈച്ചയൊക്കെ ഈ പ്ലേറ്റിൽ വന്ന് വീണിരിക്കുന്നത് കാണാം. അങ്ങനെ നമുക്ക് ഈ ഈച്ചകളെയൊക്കെ നശിപ്പിക്കാം. ഇങ്ങനെ കെണികൾ ഉപയോഗിച്ചോ കൈകൊണ്ട് പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം എന്ന് പറയുന്നത്. അതായത് നമ്മൾ കെണികൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈകൊണ്ട് പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം എന്ന് പറയുന്നത്, മെക്കാനിക്കൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഇതിനായി ഉപയോഗിക്കുന്ന ഒരു കെണിയാണ് ഫെറമോൺ എന്നുള്ള പേരുള്ള കെണി ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇനി അടുത്തത് കീടനാശിനികൾ 2 തരമുണ്ട് അല്ലേ? വളങ്ങൾ പോലെ തന്നെ 2 തരം കീടനാശിനികളുമുണ്ട്. രാസകീടനാശിനികളും ജൈവ കീടനാശിനികളും. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആൻഡ് ഓർഗാനിക് പെസ്റ്റിസൈഡ്സ്. ഇനി എന്താണ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്? അത് രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന കീടനാശിനികളാണ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത്. ഇനി ജൈവ കീടനാശിനികൾ എന്ന് പറഞ്ഞാൽ ഈ രാസവസ്തുക്കളെ അപേക്ഷിച്ച് ദോഷം കുറഞ്ഞവയാണ് ജൈവ കീടനാശിനികൾ. പുകയില കഷായം, വേപ്പെണ്ണ ഇമൽഷൻ, വെളുത്തുള്ളി കാന്താരി മിശ്രിതം തുടങ്ങിയവ ജൈവ കീടനാശിനികളാണ്. പല ജൈവ കീടനാശിനികളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ ഏതൊക്കെയാണ് ജൈവ കീടനാശിനികൾ? പുകയില കഷായം, വേപ്പെണ്ണ ഇമൽഷൻ, പിന്നെ വെളുത്തുള്ളി കാന്താരി മിശ്രിതം. ഇതൊക്കെ ജൈവ കീടനാശിനികളാണ്.
ഇനി നമുക്കൊരു ജൈവ കീടനാശിനി നിർമ്മിച്ചാലോ? ഒരു ജൈവ കീടനാശിനി നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കുന്ന വിധം കൊടുത്തിട്ടുണ്ട്, വായിക്കാം. പുകയില കഷായം. 100 ഗ്രാം പുകയില ചെറു കഷ്ണങ്ങളാക്കി 1.5 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്ത് വെക്കുക. ഇത് പിഴിഞ്ഞ് അരിച്ചെടുക്കുക. ഇതിൽ 10 ഗ്രാം ബാർ സോപ്പ് ലയിപ്പിക്കുക. പുകയില കഷായം റെഡിയായി. ഇതിൽ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് ചെടികൾക്ക് തളിക്കാം. അപ്പോൾ കീടാണുബാധയെ തടയാനുള്ള മറ്റൊരു മാർഗമായ ജൈവ മാർഗം വഴിയുള്ള ഒരു പുകയില കഷായ നിർമ്മാണമാണ് ഇപ്പോൾ വായിച്ചത്. എങ്ങനെയാണ് പുകയില കഷായം നിർമ്മിക്കുന്നത്? 100 ഗ്രാം പുകയില ചെറു കഷ്ണങ്ങളാക്കി 1.5 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്ത് വെക്കുക. ഇത് പിഴിഞ്ഞ് അരിച്ചെടുക്കുക. ഇതിൽ 10 ഗ്രാം ബാർ സോപ്പ് എന്ന് പറഞ്ഞാൽ തുണി അലക്കുന്ന സോപ്പ്, ഈ ബാർ സോപ്പ് ലയിപ്പിക്കുക. പുകയില കഷായം തയ്യാറായി. ഇതിൽ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം ചെടികൾക്ക് തളിച്ച് കൊടുക്കുവാനായിട്ട്. ഇനി നല്ല വിളവ് ലഭിക്കാൻ കളകളെയും നിയന്ത്രിക്കേണ്ടതല്ലേ. എന്താ കളകളെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ, അതായത് നമ്മൾ നമ്മൾ നെൽപ്പാടം ചെന്ന് കാണുമ്പോൾ അറിയാം, അല്ലെങ്കിൽ പച്ചക്കറിത്തോട്ടത്തിലൊക്കെ അറിയാം, അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ പുല്ലുകളൊക്കെ മുളച്ചു വരും. അതാണ് കളകളെന്ന് പറയുന്നത്. ഈ കളകളെ നിയന്ത്രിക്കണം, അല്ലെങ്കിൽ അവ ആർത്ത് വളരും. അപ്പോൾ ഈ കീടങ്ങളെ നിയന്ത്രിക്കുന്നത് പോലെ തന്നെ കളകളെയും നിയന്ത്രിക്കണം. അപ്പോൾ കളകളെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കാം? കളനാശിനി പ്രയോഗിക്കാം, പിന്നെ ജൈവ കളനാശിനി പ്രയോഗിക്കാം, പിന്നെ അത് പറിച്ച് കളയാം. നമുക്ക് കൈകൊണ്ടത് പറിച്ച് കളയാം. ഇനി ബോക്സിൽ കൊടുത്തിരിക്കുന്നത് വായിക്കാം. നിർമ്മിത ബുദ്ധിയും കൃഷിയും. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കീടങ്ങളെ കണ്ടെത്തി ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഇന്ന് ഉപയോഗിച്ചു വരുന്നു. പരിസ്ഥിതിക്ക് ഒട്ടും ഹാനികരമല്ല എന്നതാണ് ഇതിൻ്റെ നേട്ടം. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച്, അതായത് AI ആർട്ടിഫിഷ്യൽ, അതായത് നിങ്ങൾ കേട്ടില്ലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് എന്നൊക്കെ, അതായത് ഈ നിർമ്മിത ബുദ്ധി ഇത് ഉപയോഗിച്ച് കീടങ്ങളെ കണ്ടെത്തി ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ അങ്ങനെ ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇത് പരിസ്ഥിതിക്ക് ഒട്ടും ഹാനികരമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നേട്ടം. പിന്നെ എന്താണ്? പിന്നെ കാലാവസ്ഥ അനുയോജ്യമായിരിക്കണം അല്ലേ. അനുയോജ്യമായ കാലാവസ്ഥയും കൃഷിയെ സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ അതുകൊണ്ട് നമ്മൾ കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയ കൃഷികൾ ചെയ്യണം. പിന്നെ എന്താണ്? അപ്പോൾ മികച്ച വിളവ് ലഭിക്കാൻ സഹായകരമായ ഘടകങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിക്കണം. താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു കുട്ടി ചിന്തിക്കുകയാണ്, എനിക്ക് നല്ലൊരു കർഷകനാകണം, ഞാൻ എവിടെ കൃഷി ചെയ്യും? എവിടെയൊക്കെ കൃഷി ചെയ്യാം? വീട്ടിൽ ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാം അല്ലേ. വീട്ടിലെ അടുക്കളത്തോട്ടം, മട്ടുപ്പാവ്, സ്കൂളിലെ പച്ചക്കറിത്തോട്ടം, സ്കൂളിലെ ജൈവ വൈവിധ്യോദ്യാനം, അവിടെയെല്ലാം കൃഷി ചെയ്യാം. വീട്ടിലെ അടുക്കളത്തോട്ടം, മട്ടുപ്പാവിൽ കൃഷി ചെയ്യാം, സ്കൂളിലെ പച്ചക്കറിത്തോട്ടത്തിൽ കൃഷി ചെയ്യാം, സ്കൂളിലെ ജൈവ വൈവിധ്യോദ്യാനത്തിൽ കൃഷി ചെയ്യാം. അപ്പോൾ സസ്യങ്ങളുടെ തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി അല്ലേ. പിന്നെ എന്താണ്? ജൈവ വളങ്ങളെക്കുറിച്ച്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, പിന്നെ എന്താണ്? കളനാശിനി, കീടനാശിനി, അതായത് കീടങ്ങളെയൊക്കെ നശിപ്പിക്കുന്നത്, ജൈവ കീടനാശിനികൾ, പുകയില കഷായം നിർമ്മിക്കുന്നു. ഇതൊക്കെയാണ് ഇപ്പോൾ വായിച്ചത്. അടുത്തതായിട്ട് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതുവാനുള്ള കാര്യങ്ങളാണ്. ഞാൻ ഉൽപ്പാദിപ്പിച്ച തൈകൾ. ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉൽപ്പാദിപ്പിച്ച തൈകൾ, അതെങ്ങനെയാണ് ഉൽപ്പാദിപ്പിച്ചത്, അതിൻ്റെ വളർച്ചാ ഘട്ടങ്ങൾ, ജൂലൈ ആഗസ്റ്റ് മാസം, അങ്ങനെ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ, അങ്ങനെ ഏതൊക്കെ മാസങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സയൻസ് ഡയറിയിൽ. അതായത് നിങ്ങളൊരു തൈ നടുക, അതെങ്ങനെയാണ് ഉൽപ്പാദിപ്പിച്ചത്, ആ തൈ എങ്ങനെ ഉൽപ്പാദിപ്പിച്ചു, അത് ഏത് മാസം നട്ടു, ഏത് മാസത്തിൽ അത് വിളവെടുത്തു, അത് വളർന്നു, ഏത് മാസത്തിൽ അത് വിളവെടുത്തു, അങ്ങനെ അതിൻ്റെ വളർച്ചാ ഘട്ടങ്ങളെല്ലാം സയൻസ് ഡയറിയിൽ, ശാസ്ത്ര പുസ്തകത്തിൽ എഴുതണം. പിന്നെ ഇപ്പം നമ്മൾ സാധാരണ മണ്ണിൽ നടത്തുന്ന കൃഷിയെക്കുറിച്ചാണ് പറഞ്ഞത്. അതുകൂടാതെ മറ്റ് കാർഷിക സംരംഭങ്ങളുമുണ്ട്. അഗ്രികൾച്ചർ സെക്ടേഴ്സ്, അതർ അഗ്രികൾച്ചറൽ സെക്ടേഴ്സ്, അതായത് സസ്യങ്ങൾ നട്ടു വളർത്തുന്നു, അല്ലെങ്കിൽ ചെടികൾ, പച്ചക്കറികൾ ഇവ മാത്രം നട്ടു വളർത്തുന്നു അല്ല കൃഷി എന്ന് പറയുന്നത്. താഴെ ഒരു
ചിത്രീകരണം കൊടുത്തിട്ടുണ്ട് വിവിധ കാർഷിക മേഖലകളെക്കുറിച്ച്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് അത് സയൻസ് ഡയറിയിൽ എഴുതണം. ഇതുമായി ബന്ധപ്പെട്ട് വിവരങ്ങളൊക്കെ ശേഖരിച്ച് ക്ലാസ്സിലൊരു ക്വിസ് സംഘടിപ്പിക്കൂ എന്നും എഴുതിയിട്ടുണ്ട്. താഴെ ഈ ചിത്രീകരണം ശ്രദ്ധിക്കുക, ഇല്ലുസ്ട്രേഷൻ ശ്രദ്ധിക്കുക. ഇതിൽ പല കൃഷികൾ, കാർഷിക രംഗം ഏതൊക്കെ തരത്തിലുള്ള കൃഷികളാണെന്ന് കൊടുത്തിരിക്കുന്നത്. പട്ടുനൂൽപ്പുഴു വളർത്തൽ, പുഷ്പകൃഷി, തേനീച്ച വളർത്തൽ, മുയൽ വളർത്തൽ, കൂൺ കൃഷി, കോഴി കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി, അങ്ങനെ പലതരം കൃഷികളെക്കുറിച്ച് ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. പട്ടുനൂൽപ്പുഴു വളർത്തൽ, അതിൻ്റെ മറ്റൊരു പേര് സെറികൾച്ചർ. പുഷ്പകൃഷി, പൂവുകളൊക്കെ കൃഷി ചെയ്യുന്നത് ഫ്ലോറികൾച്ചർ. പിന്നെ തേനീച്ച വളർത്തൽ, അതിന് പറയുന്ന പേര് എപ്പികൾച്ചർ. മുയൽ വളർത്തൽ, അതിന് പറയുന്ന പേര് ക്യൂണികൾച്ചർ. പിന്നെ കൂൺ കൃഷി, അതിന് പറയുന്ന മറ്റൊരു പേര് മഷ്റൂം കൾച്ചർ. കോഴി കൃഷിക്ക് പൗൾട്രി ഫാമിംഗ്. കന്നുകാലി വളർത്തൽ, അതിന് ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ്. പിന്നെ മത്സ്യകൃഷിക്ക് പിസികൾച്ചർ. അങ്ങനെ മറ്റ് കൃഷിരീതികളെക്കുറിച്ച് ചിത്രീകരണം പറയുന്നുണ്ട്, ചിത്രീകരണത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വായിക്കുക. പിന്നെ എന്താണ്, അപ്പോൾ പുതിയ തൈകൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചും പരിപാലിക്കുന്നതിനെക്കുറിച്ചും എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് മികച്ച വിത്ത്, നടൽ വസ്തുക്കൾ, ഇതൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് തയ്യാറാക്കി നോക്കുക. പിന്നെ കാർഷിക മേഖലയെ സ്നേഹിക്കുക, കൃഷി പരിപാലനത്തിൽ ശ്രദ്ധിക്കുക, കർഷകരെ സ്നേഹിക്കുക. അപ്പോൾ അവരോടൊപ്പം നമ്മളും ചേർന്ന് ആധുനിക കൃഷി രീതികളോടൊപ്പം നമുക്കും മുന്നേറാം. പിന്നെയുള്ളത് വിലയിരുത്താം. ഡെൽറ്റ സക്സസ് കൊടുത്തിട്ടുണ്ട്. അത് ജൈവവളത്തിന് യോജിക്കാത്ത പ്രസ്താവന തിരഞ്ഞെടുത്ത് എഴുതുക. വീടുകളിൽ നിർമ്മിക്കാൻ മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു. കൂടുതൽ അളവിൽ വേണം. നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. അപ്പോൾ ജൈവവളത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏതായിരിക്കും ഇതിനകത്ത്? വീടുകളിൽ നിർമ്മിക്കാം, മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു, കൂടുതൽ അളവിൽ വേണം, നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. അപ്പോൾ ഏതായിരിക്കും? മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു, അല്ലേ? യോജിക്കാത്ത പ്രസ്താവന എന്ന് പറയുന്നത് എന്താണ്? മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു. മണ്ണിൻ്റെ ഘടന നശിപ്പിക്കുന്നുണ്ടോ ജൈവവളം? ഒരിക്കലുമില്ല. രാസവളമാണ് മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നത്. ഇനി താഴെ തന്നിരിക്കുന്നവ ഉചിതമായ രീതിയിൽ വരച്ച് യോജിപ്പിക്കുക. എപ്പികൾച്ചർ എന്തായിരിക്കും? തേനീച്ച വളർത്തൽ. ക്യൂണികൾച്ചർ മുയൽ വളർത്തൽ. സെറികൾച്ചർ പട്ടുനൂൽപ്പുഴു വളർത്തൽ. പിസികൾച്ചർ മത്സ്യം വളർത്തൽ. അപ്പോൾ അത് യോജിപ്പിക്കുക. പിന്നെ മൂന്നാമത്തെ ചിത്രം ഈ എൻ്റെ പുസ്തകത്തിൽ തെളിഞ്ഞിട്ടില്ല, അത് വ്യക്തമായിട്ടില്ല. ഞാൻ നാലാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. നാലാമത്തെ ചിത്രം ശ്രദ്ധിക്കൂ. എ, ബി എന്നിവയിൽ സയൻ, സ്റ്റോക്ക് എന്നിവ ഏതാണ്? എ ആണ് സയൻ, ബി റൂട്ട് സ്റ്റോക്ക്. എ സയൻ, ബി റൂട്ട് സ്റ്റോക്ക്. പിന്നെ കൊടുത്തിരിക്കുന്നത് നാടൻമാവിൻ്റെ കമ്പ് തന്നെ ഒട്ടിച്ചാൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഉണ്ടോ? നാടൻമാവിൻ്റെ കമ്പ് തന്നെ ഒട്ടിച്ചാൽ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, അല്ലേ? നാടൻമാവിൽ മൽഗോവയുടെ കമ്പ് ഒട്ടിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താ? അത് നമ്മൾ പഠിച്ചതാണ്. നാടൻമാവിൽ മൽഗോവയുടെ കമ്പ് ഒട്ടിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം നമ്മൾ പഠിച്ചതാണ്, അല്ലേ? എന്തൊക്കെ പ്രയോജനമുണ്ടെന്നുള്ളത് പാർട്ട് 1 അതൊന്ന് കേട്ടു നോക്കുക. പിന്നെ എന്താണ്? കീടനിയന്ത്രണത്തിന് സ്വീകരിക്കാവുന്ന വിവിധ മാർഗങ്ങൾ, അത് നമ്മൾ പഠിച്ചു, അല്ലേ? വിവിധ മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു. അത് പട്ടികപ്പെടുത്തുക. പിന്നെ തുടർ പ്രവർത്തനങ്ങൾ. കൃഷി അന്നും ഇന്നും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കൃഷിച്ചൊല്ലുകൾ, ചിത്രങ്ങൾ, കർഷകരോട് ചോദിച്ചറിഞ്ഞ വിവരങ്ങൾ എന്നിവ ചേർത്ത് കൃഷിപ്പതിപ്പ് തയ്യാറാക്കൂ. അതായത് കൃഷിച്ചൊല്ലുകളും ചിത്രങ്ങളും ഒക്കെ തയ്യാറാക്കണം. അടുത്തതായിട്ട് വേറൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ചില പ്രദേശങ്ങളിൽ കൃഷിയിടങ്ങളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിച്ച് പുതയിടൽ നടത്തുന്നുണ്ട്. ഇതിൻ്റെ നേട്ടങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാം. സയൻസ് ഡയറിയിൽ ഈ
ചിത്രം നോക്കിയിട്ട് ഇതിൻ്റെ നേട്ടങ്ങളൊക്കെ എഴുതുക. അപ്പോൾ വിളയിക്കാൻ 100 മേനി എന്ന ഒന്നാമത്തെ ചാപ്റ്റർ ഇവിടെ തീർന്നിരിക്കുകയാണ്. നന്നായിട്ട് പുസ്തകം വായിക്കുക. 3 പാട്ടായിട്ടാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. 3 പാട്ടും നന്നായിട്ട് കേൾക്കുക. അടുത്ത പാഠവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.